നമ്മുടെ വിശിഷ്ട വ്യക്തി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഇപ്പച്ചി ഞാനും വന്നിക്കണോ. ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ നല്ലൊരു ഗൈഡ് എന്നാണ് ആദ്യം തന്നെ. താങ്ക് യു. അപ്പോ MS റൊമാൻഷ്യ അല്ലേ? റൊമാൻഷ്യ നല്ല പേരാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും പാണ്ടിക്കാട് മുത്തുമണികളൊക്കെ ഒരുമിച്ച് കാണാൻ സാധിച്ചാലും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു കയ്യടിയൊക്കെ അടിക്കാം, വെറുതെ ആണെങ്കിൽ. അടിക്കട്ടെ. അതാണ്. അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിലെ മൂത്ത അതിഥി ഇപ്പച്ചിക്ക് എന്താ പറയണ്ടേ? കേക്കണ്ടേ? ഉറങ്ങി നിൽക്കാൻ പാടില്ല, എല്ലാരും എനർജറ്റിക് ആയിട്ട് നിൽക്കണം. റെഡി അല്ലേ? അപ്പൊ ഇപ്പച്ചിക്ക് എന്താ പറയണ്ടെന്നുള്ള കേക്കണ്ടേ? നല്ലൊരു കൈയ്യടി കൊടുത്താണ് ഞാൻ ക്ഷണിക്കുന്നു. കൊമ്പങ്ങാട് കോയ എന്റെ വാപ്പ ഞാൻ പറഞ്ഞു അതല്ലേ? അതെ. എന്തായാലും MS റൊമാൻസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച് നമ്മളെ മുത്തുമണികൾ എല്ലാരെയും കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. എന്താന്ന് വെച്ചാല് നിങ്ങളെ കീശിയിൽ വൈകുന്നേരം ആകുമ്പോ 5 മണിയാകുമ്പോ നമ്മൾ എത്തുന്നുണ്ട് അല്ലേ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇതേപോലത്തെ ഓരോ പരിപാടി ഉണ്ടാകുമ്പോ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോ അതിന് അവസരം തന്ന റൊമാൻസിന്റെ എല്ലാ ഓണർമാരോടും നന്ദി പറയണം ആദ്യം തന്നെ. പിന്നെ ഒരു നല്ലൊരു കൈയുടെ നണി പേടിച്ചാതൊക്കെയാണ്, വേറെ ഒന്നിനല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളറാക്കിയിട്ട് പോവാം. പാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്, പാടാൻ ഉപയോഗിക്കണോര്. എന്നാലും എന്റെ കൂട്ടത്തിൽ കൂടിയൊക്കെ നമുക്ക് മോളിയിലൊക്കെ തമർത്തി പൊളിച്ചടക്കിയിട്ടൊക്കെ പോവാം അല്ലേ? കുറെ ആൾക്കാര് വല്യമാരൊക്കെ ഇടങ്ങാറായി വന്നോക്കണു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് കുട്ടികൾ നിർബന്ധിച്ചിട്ട് വന്ന എത്ര ആൾക്കാരുണ്ടോ ഒന്ന് കയ്യൊന്നിച്ചാണി ആണ്ടോ? ഉറപ്പാണ്. കാരണം ഓലാണ് നമ്മളെ ഫാൻസ്. സത്യം പറഞ്ഞാല് ഇപ്പൊ കുറച്ച് വയസ്സന്മാരും വയസ്സിട്ടാളൊക്കെ കാണാൻ തുടങ്ങി അല്ലേ? എന്തിനാ മനെ അതിനങ്ങനെ തല്ലണോ, അതിനെ ചെയ്യലോ ഒക്കെ കുരുത്തൊക്കെ കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ നമ്മളോട് പറയലുണ്ട് വല്യന്മാരൊക്കെ. പിന്നെ തല്ലണത് അത്ര ഇഷ്ടമല്ല ആൾക്കാർ. ഒറിജിനലാണെന്ന് പോലെ പോതി അതിന് കൊള്ളണില്ല കേട്ടോ. അത് ഉമ്മയൊക്കെപ്പോഴും നോക്കി തീർച്ചയാണ്. തല്ലന് കൊല്ലണില്ലാന്ന് പറഞ്ഞോളാം. അപ്പൊ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മളെ വേറൊരു ഷെഫീഖ് ബ്രോ കൂടെ വരാണ്ട്. ഏതായാലും ഓനും കൂടെ വന്നിട്ട് നമുക്ക് കളറാക്കാം. അതിന് മുന്നേ എന്താ ഇവിടെ പാട്ടോ നമുക്ക് തുടങ്ങിയാലോ? നമ്മക്കാണ് തുടങ്ങിയാലോ? അതിന്റെ മുന്നേ കൊമ്പങ്ങാട് തറവാട്ടിലൊരു ഈശ്വര പ്രാർത്ഥന ഉണ്ട്. ഞാൻ പാടി എന്റെ കൂടെ പാടുവോ? പാടുന്നുള്ളവരൊന്ന് കൈവയ്ക്കുക. തുടങ്ങല്ലേ? അപ്പൊ തുടക്കം തന്നെ ഇട്ടാലേ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. റെഡി? ഒരു പാടോ ചോദിച്ചോക്കെ പാടോ? പറഞ്ഞോ? പിന്നെ കൊറേ ആൾക്കാര് കൈവക്കി തുടങ്ങിക്കോ. റെഡി? കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണ്, കൊമ്പത്തിരുന്ന് പാടണ്. ഞങ്ങൾക്ക് നല്ലൊരു കൈയടി കൊടുത്താണ്. നിങ്ങളെന്നെ കൈയടിച്ചോളൂ. അമ്മാരി അടിയാണ്. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു. ഇനി നമുക്ക് അടിച്ചു വിളിക്കല്ലേ? നിങ്ങളെല്ലാവരും ഉഷാറല്ലേ? ഇതിന് മേലെ സാറ് ആ ഫോൺ എന്തെങ്കിലും കുത്തിക്ക, എന്തേലും പണ്ട് പാട്ടേലും പാടിയിട്ട് പോകലും പാടാൻ വെക്കണമല്ലൊന്നും നമ്മളിപ്പോ സഹകരിച്ചണം. ഏതായാലും പാടുന്നതിന് മുന്നേ ഒരു മെമ്പർ രണ്ടുപേർക്ക് സംസാരിച്ചോട്ടെ. കാരണം എന്താണോ, നല്ല പാട്ട് പാടുന്നവർ കൂടെ ബാക്കിലുണ്ട്. ഒരു പാടിക്കൂടെന്ന് പറയണേ. അപ്പൊ നല്ല കയ്യടി, പുറത്തൊക്കെ സൗണ്ട് കേൾക്കരുത്. ആ കോലത്തിൽ സപ്പോർട്ട് ചെയ്യാം. അത് എന്തിനാണെന്നറിയോ? പാടാൻ വയ്ക്കാത്തോണ്ട്. നല്ല അടിപൊളിയായിട്ട് കൈയടിക്കുക. നല്ലൊരു കൈയടി തന്നെ തുടക്കത്തിൽ കടിയാണ്. മതി ഈ സപ്പോർട്ട് മതി. ഇവിടുന്ന് ഒരു ഇച്ചിരി ഭാഗം നമ്മൾ മ്യൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് കരോക്കൊക്കെ വെച്ച് പാട്ട് പാടുന്നതാണ്. അപ്പം നമ്മൾ ചാനലിന് അതെന്തായാലും പറ്റൂല. അപ്പം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ നമ്മൾ മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും നല്ല അടിപൊളി പാട്ടും പെർഫോമൻസൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, എല്ലാവരെയും ചിരിപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. ഭയങ്കര കോമഡിയാണ് രണ്ടുപേരും കേട്ടോ. ഒരു ജാടില്ലാത്ത ഒരു ടീംസ്.
ഒരു സെലിബ്രേഷൻ കൂടി എത്തിയിട്ടുണ്ട്. നമ്മളെ ഷെഫീഖ് ബ്രോ രണ്ടു വാക്ക് സംസാരിച്ചു നമ്മളെ ഹോട്ടലിനെ കുറിച്ചും എന്റെ ആരാധകരെ കുറിച്ചും. ഇവരെ കൊണ്ട് മറ്റേ സാധനം ചോദിച്ചറിയിക്കോ. ഏത് അത് വെറുതെ അലാട്ടിയാലോ? ഇവരെ ഇഷ്ടല്ലേ അങ്ങനത്തെ ആ സാധനം ചെയ്യാൻ ഇഷ്ടല്ലേ? സത്യം ഇവരവിടെ കണ്ടപ്പോ നിങ്ങളെല്ലാരും സപ്പോർട്ട് കൊണ്ട് ഞങ്ങളിപ്പോ ഒരു 3ാമത്തെ സിനിമ ചെയ്തുകൊണ്ടിരിക്കണത്. അതില് 3ാമത്തെ സിനിമയിൽ വരുന്നുണ്ട് ഗോളാഗോള എന്ന് പറഞ്ഞ പടത്തില്. അപ്പൊ എന്റെ അടുത്തത് ഫസ്റ്റ് ഇറങ്ങാനുള്ള പടം പെണ്ണുകേസ് എന്നുള്ള പടമാണ്. അല്ല പടത്തിന്റെ പേരതാണ് പെണ്ണുകേസ്. അജു വർഗീസ്, നീല വിമല്, രമേശ് പിഷാരുടെ ഒക്കെ ഉള്ള. പിന്നെ പിന്നെ ഒരു പടം വേറെ ഇറങ്ങാണ്ട് എന്താ കുഴപ്പമില്ലാത്ത പടമല്ല, പടത്തിന്റെ പേരാണ് മഹേഷിന്റെ കിണർ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് അഭിനയിച്ചത് ഗോളാഗോളം. അതിൽ ഇവനുണ്ട് ആ പടത്തില്. ഷെഫീഖ് ബ്രോ രണ്ടു വാക്ക്. ഗോളാഗോളം പടത്തുനിന്ന് ഞാൻ ലാലക്കാനെ ഫസ്റ്റ് കാണുന്നത്. ലാലക്ക ഞാൻ കുറെ സെലിബ്രിറ്റികളെ കണ്ടിട്ടുണ്ട്. അതില് എല്ലാരും അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയി തോന്നിയ ഒരാളാണ്. കാരണം അതിന്റെ മുന്നേ വരെ ഞാൻ ലാലക്കാനെ പരിചയമല്ല. നമ്മളിപ്പോ മൂപ്പര് ഇത്രയും വലിയൊരാള്. ഞാൻ ആ സെറ്റിൽ ചെല്ലുമ്പോ ഞാൻ അവിടെ ചെന്നപ്പോ ഫസ്റ്റ് വിചാരിച്ചത് ഇവരെ കാണണമെന്നാണ്. അപ്പൊ ഞാൻ രാവിലെ മൂപ്പരെ കണ്ടു, ഷിക്കുഖാനെ കണ്ടു. അപ്പൊ മൂപ്പരെ ലാലക്കാനെ കാണും നിർത്തി സുഖിപ്പിക്കുന്നു. ഒരുപാട് എന്താ എല്ലാ കലാകാരന്മാരും ഒരേപോലെ തന്നെയാണ്. ഇപ്പൊ ഞാനും കുഞ്ഞാപ്പൊക്കെ ഇടങ്ങാറാണെന്ന് പറഞ്ഞാല് ഈ കുട്ടികളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടാൻ കാരണം തന്നെ ചാടലും മടിയും ഓടലും വീഴലും ഓരോ വീഡിയോസിലും ഓരോ പരിക്കുണ്ടാവും. അപ്പൊ ഇന്ന് തന്നെ എത്ര ഉണ്ട്. അപ്പോ കൊറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ ഡ്രമ്മൊക്കെ ചാടുന്നതൊക്കെ ഒറിജിനലാണോ അതോ എഡിറ്റ് ആണെന്നോ. ഒറിജിനലാണ് ആ സാധനമൊക്കെ. അത് ചാടിയതിനു ശേഷം ഞാൻ ആ ഡ്രമ്മ് കണ്ടപ്പോ വെറുതെ അവനോട് ചോദിച്ചതാ ആ ഡ്രമ്മൊക്കെ ചിക്കോ ചാടുവോ. ആ ചാടായിരുന്നു. ചാടി പിന്നെ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് അടുത്ത അതിന് പൊന്തണ വീഡിയോ എടുക്കുന്നത്. കാരണം കൈയൊക്കെ പൊട്ടി വേദനയായിട്ട് കുറെ വീക്കൊക്കെ വന്നു. അപ്പൊ എന്തായാലും അതൊക്കെ അത്രയും റിസ്ക് എടുക്കണത് നിങ്ങളെല്ലാരും കട്ട സപ്പോർട്ട് തരുന്നോണ്ടാണ്. അപ്പൊ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് എത്തും. അതെ. അപ്പോ അതുകൊണ്ടാണ് ഇത്രത്തോനെ കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾ വരുന്നത്. തുത്തുമായിട്ടും കോയാക്കായിട്ടും അപ്പുണ്ണിയായിട്ടും മേജറായിട്ടും ഹംസായിട്ടും ഔക്കുറായിട്ടും ഒക്കെ. അപ്പൊ ഒരുപാട് നമ്മളെ നീർക്കോലിയായിട്ട് അങ്ങനെ. അപ്പൊ ഒരുപാട് സന്തോഷം. നല്ലൊരു കൈയടി എന്നാല് നമുക്ക് മെല്ലെ ഇറങ്ങാന്. താങ്ക് യു. ഉള്ളൂ. ഇതാണ് പാട്ട്. കണ്ടില്ലേ? നിങ്ങൾ തന്നെ കൈയടിച്ചോളി.